ഞങ്ങൾ തമ്മിൽ പിണങ്ങിയതുപോലെ നിങ്ങൾ പിണങ്ങാതെ സന്തോഷത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകണം. അറിയാലോ, അമ്മയുടെ ആരോഗ്യം സന്തോഷമാണ് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് പ്രധാനം. എന്നാലും നിങ്ങൾ തമ്മിൽ പിണങ്ങിയത് എന്തിനാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്ക് കാണില്ല ഏട്ടാ. 7ാം മാസത്തിന്റെ ചടങ്ങിന് ശേഷം അത് സംഭവിച്ചത്. അന്നാണെങ്കിൽ തലയ്ക്ക് വെളിവില്ലാതെ ഒരാൾ ആ ചടങ്ങ് അലങ്കോലപ്പെടുത്താനായിട്ട് വന്നിരുന്നു. അയാൾ എന്തിനാ വന്നേന്ന് ഇപ്പോഴും ഒരു നിശ്ചയവും ഇല്ല. അന്ന് 7ാം മാസത്തിന്റെ ചടങ്ങിനിരിക്കുമ്പോ പോലും ഏട്ടത്തി നല്ല ഭയത്തിലായിരുന്നു. അതേപ്പറ്റി ചോദിച്ചപ്പോ ആരും ഒന്നും പറഞ്ഞതുമില്ല. എന്തായാലും ഇപ്പോ നിന്റെ ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ. പിന്നെ ഇനി അതേപ്പറ്റി എന്തിനാ സംസാരിക്കുന്നത്? വഴക്ക് എപ്പോഴാ ഇല്ലാതായത്? ഏട്ടത്തി ഹോസ്പിറ്റലിലായപ്പോ. അത്രത്തോളം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കണമെങ്കിൽ ഏട്ടത്തിയുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റുണ്ടായെന്ന് വേണ്ടേ കരുതാൻ. എന്റെ ഏട്ടനെ എനിക്കറിയാം, ഒരിക്കലും ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന കൂട്ടത്തിലുള്ളതല്ല. എങ്കിലും ഇവിടെ ആ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നു. അതിന്റെ കുറ്റബോധം എനിക്കിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഇയാളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി എന്തെങ്കിലും പിണക്കവും പരിഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തീർക്കണം. നിങ്ങൾ രണ്ടാളും പിണങ്ങുന്നത് എല്ലാവർക്കും വിഷമമല്ലേ ഏട്ടാ? ആര് പറഞ്ഞു എല്ലാവർക്കും വിഷമമാണെന്ന്? അത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഞങ്ങൾ പിണങ്ങിയിരുന്നത്. അപ്പോഴേ ഞങ്ങൾ പോയിട്ട് വരാം മഞ്ജു. ഇടയ്ക്ക് ലേഖ അനന്തുമായിട്ടുമായിട്ട് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം അല്ലേ? പിന്നെ ഈ ആദ്യത്തെ സ്റ്റേജൊക്കെ ഒന്ന് കഴിയട്ടെ. ശരി എടുത്തി. ശരി സാഗറെ. ശരി സാഗറെ. അങ്ങനെ ഈ ആൾ അച്ഛൻ മാത്രമല്ല, ഒരു അമ്മാവൻ കൂടെ ആവാൻ പോവല്ലേ? വയസ്സനായല്ലേ? ഞാൻ അച്ഛനും അമ്മാവനും ഒക്കെ ആവുമ്പോഴേ താൻ അമ്മയും അമ്മായിയും ഒക്കെ കേറ്. ശരിയെന്നാ. എവളെന്താ വീണ്ടും വിളിക്കുന്നേ? ഹലോ. എല്ലാം നഷ്ടപ്പെട്ട വേദനയില് അമ്മാവനും അമ്മായി നിരാശയോടെ ഇരിക്കുകയാണെന്നറിയാം. അതെ മോളെ, അതെ. നമ്മളെന്ത് മാത്രം ആഗ്രഹിച്ചതാ, അതെല്ലാം പോയില്ല മോളെ. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട് അമ്മാവ. എന്തെങ്കിലും ആഗ്രഹിച്ചാ അത് കിട്ടണം. ഈ വീട്ടിൽ വന്ന ശേഷം ഞാൻ പലതും ആഗ്രഹിച്ചതാ. പക്ഷേ അതൊന്നും എനിക്കിതുവരെ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കാത്തത് പലതുവാ ഇവിടെ നടക്കുന്നതൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എനിക്ക് അമ്മാവൻ ഒരുമിച്ചൊന്നും 5 ലക്ഷം രൂപ തരണ്ട. അതിന്റെ ഒരു 10% തന്നാ മതി. ഒരു 50,000. 50,000? എന്തിനാ മോളെ? അതെ, വലിയൊരു സത്യം ഞാൻ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതിന്. എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? മനസ്സിലായില്ല അമ്മാവന്? കണ്ണേട്ടൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ടില്ല.
എന്റെ അച്ഛനാണ് കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നതെന്ന് ഇപ്പൊ കണ്ണേട്ടനറിയാം. അത് ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും എന്റെ ഈ വീട്ടിലെ ജീവിതം. ഒന്നാമത് അമ്മാവന്റെ അനന്തരവൻ ഇപ്പോ രണ്ടും കൽപ്പിച്ച് നടക്കുക. ഉണ്ണിയേട്ടനിപ്പോ പഴയ പോലെ എന്നെ പേടിയും ഭയവും ഒന്നുമില്ല. വെട്ടൊന്ന് മുറി രണ്ട്, അതാ ഇപ്പോഴത്തെ രീതി. അങ്ങനെയുള്ളപ്പോ ഞാൻ ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് തെറിക്കാം. അങ്ങനെ തെറിക്കുമ്പോ എന്റെ നാവൊന്ന് പിഴച്ചാ മതി, അമ്മാവും പിന്നെ ജയിലില്ല. ചതിക്കല്ലേ മോളെ. 50,000 കിട്ടിയില്ലെങ്കില് ഞാൻ ചതിക്കും. ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് 5 ലക്ഷം രൂപ തന്ന് തീർക്കാൻ വേണം. അത് നടന്നില്ലെങ്കിൽ അമ്മാവനാണ് എന്റെ അച്ഛനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചെന്ന് ഞാൻ കണ്ണേട്ടനോട് പറയും. മോളെ, എന്റെ സ്ഥിതിയൊക്കെ നിനക്ക് അറിയാവല്ലോ മോളെ. എന്തോന്ന സ്ഥിതി? മേഘേട്ടനും നിങ്ങൾക്കൊക്കെ ഇപ്പോഴും വെറുതെയല്ലേ ശമ്പളം കിട്ടുന്നത്? അത് ഉണ്ണിക്കും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. അമ്മാവൻ അറിയാലോ അനന്തരവന്റെ സ്വഭാവം, ഭൂലോക പിശുക്കന. അപ്പോഴേ എനിക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഏത് നേരവും എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ പോയി കൈ നീട്ടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ തുക എന്റെ അക്കൗണ്ടിൽ ഇടണം. 5 ലക്ഷം കിട്ടിക്കഴിഞ്ഞാ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നടന്നതായിരുന്നു ഞാൻ. അതിനി നടക്കാതെ പോയാ വലിയ സങ്കടം. അതുകൊണ്ട് പെട്ടെന്ന് 50,000 എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അമ്മാവന്റെ നില ഭദ്രമാക്കാൻ നോക്ക്. ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ മോളെ. ചതിക്ക് ചതി, അങ്ങനെ കരുതിയാ മതി. ഇനി കൂടുതലൊന്നും പറയാനില്ല. ആരാ വിളിച്ചത്? ഒന്നും പറയണ്ടടി സീമന്തിനി. നമ്മൾ കരുതിയ പോലെ അല്ല കരുണ. അവളിപ്പോ 50,000 രൂപ ചോദിക്കുക. 50,000 രൂപയോ? അതിന് നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടിയില്ലല്ലോ. അത് അവക്കും അറിയാലോ. അവക്ക് വേറൊരു കാര്യം കൂടി അറിയാം. അവളുടെ അച്ഛനെ കൊണ്ട് കണ്ണന്റെ അച്ഛനെ കൊല്ലിച്ചത് ഞാനാണെന്ന്. അതിപ്പോ കണ്ണനോടും ഉണ്ണിയോടും ദുർഗയോടും ഒക്കെ പറയുമെന്നാ പറയുന്നത്. അതാ ഇപ്പോഴത്തെ ഭീഷണി. അങ്ങനെ പറയാതിരിക്കാൻ ഞാൻ 50,000 രൂപ അവക്ക് കൊടുക്കണം പോലും. നിങ്ങളായിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്? ഓ, 10 ലക്ഷം, 15 ലക്ഷം, 60 ലക്ഷം എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പൊ ലക്ഷങ്ങൾ ഇല്ലാന്ന് മാത്രമല്ല, ദേ 50,000 ഒരുമിച്ച് വെറുതെ കൊടുക്കണമെന്ന്. അവളാണെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു പെണ്ണാ. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ പിന്നെ ഞാൻ പ്രതാപനോടൊപ്പം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് പേടിയാണെങ്കിലേ ജയിൽവാസം ഒഴിവാക്കാനേ അവള് പറഞ്ഞതങ്ങ് ചെയ്തേക്ക്. ഞാനിത് എവിടെ നിന്നിട്ട് കൊടുക്കാനടി? എവിടെ നിന്നായാലും കൊടുക്കണം. അല്ലെങ്കിലേ അവള് പറഞ്ഞതുപോലെ ചെയ്യും. ഇനി അവക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞു പ്രതാപനാണ് അവന്റെ അച്ഛനെ കൊന്നതെന്ന്. അവനെ വീൽ ചെയറിലാക്കിയതും അയാളാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്നേ അറിയാനുള്ളൂ. ഇന്ന് ഗ്രഹണമാണോടി? ഇന്നല്ല, കുറച്ചു നാളായിട്ടെ നമുക്ക് എല്ലാവർക്കും ഗ്രഹണം തന്നെയാ. ആകെ 2 മക്കളാ നമുക്കുള്ളത്. ഒരാണും ഒരു പെണ്ണും. ഒരുത്തിനെ ചികിത്സിപ്പിക്കണം, ഒരുത്തിയെ കെട്ടിച്ചു വിടണം. ഇപ്പൊ രണ്ടിനും വഴിയില്ലാതെ കണ്ണ മാസാമാസം അയച്ചു തരുന്ന പൈസ കൊണ്ടാ അല്ലല്ലാതെ കഴിഞ്ഞു പോകുന്നത്. ഇപ്പോ വിശ്വേട്ടന്റെ മരണത്തിന് പിന്നില് നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അത് നിലയ്ക്കും. പിന്നെ ഏതെങ്കിലും അമ്പലനടയിൽ പോയി ഇരിക്കാം. പ്രാർത്ഥിക്കാനല്ല, ഭിക്ഷ യാചിക്കാൻ.
അങ്ങനെ മഞ്ജു അമ്മയാവാൻ പോവാ. നമ്മളൊന്നുകൊണ്ട് നിർത്തുന്നില്ലല്ലോ. ഒരു 3 ആളെങ്കിലും വേണ്ടേ? 2 പോരെ? നമ്മുടെ വീടിനകത്ത് കുട്ടികളെ കൊണ്ട് നിറയട്ടെ. മൂത്ത കുഞ്ഞിനെ നോക്കാനുള്ള അവസരം ആനന്ദോനും ലേഖയ്ക്കും കൊടുക്കുകയും വേണം. കാരണം ഈ സമയത്ത് തന്നെ ഏറ്റവും നന്നായി നോക്കിയത് ലേഖയാ. അതിന് നമ്മൾ 2 വീട്ടിലായിട്ട് താമസിക്കേണ്ട കണ്ണേട്ടാ. നേരത്തെ തീരുമാനിച്ച പോലെ ഒരു കോമ്പൗണ്ടിൽ തന്നെ താമസിക്കാം. അപ്പൊ പിന്നെ മൂത്ത കുഞ്ഞിനെ മാത്രമല്ല, ഇനി നമുക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവര് സ്നേഹിച്ചോട്ടെ. അവര് അവരുടെ സ്വന്തം മക്കളായി വളർത്തിക്കോട്ടെ. ചേട്ടാ 2 കരിക്ക്. വെള്ളം മാത്രം മതി കേട്ടോ. ഇനി എങ്ങോട്ടൊക്കെയാ പോണ്ടേ? അങ്ങനെയൊന്നുമില്ല. എവിടേക്കൊക്കെ പോവാൻ പറ്റുമോ അവിടേക്കൊക്കെ പോവാം. ദാമ്പത്യത്തില് പിണക്കും ഇണക്കൊക്കെ പതിവാ. പിന്നെ പിണങ്ങിയിട്ട് ഇണങ്ങുന്നത് ഒരു സുഖമാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്കത് വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. അതെന്താ അങ്ങനെ തോന്നാഞ്ഞത്? അത് വലിയൊരു റിലീഫായി തോന്നിയില്ലേ? അതൊക്കെ തോന്നി. പക്ഷെ കണ്ണേട്ടൻ പിണങ്ങിയിരുന്നപ്പോ ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ സമയത്ത് ഒരുതരം ദുർവാശ ഉണ്ടായിപ്പോയി. കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്ന തന്നെ മഹാഭാഗ്യം. അതാ പ്രതാപേട്ടന്റെ മൂത്ത മോളും മരുമോനും അല്ലേ? അയാൾ നടന്നു തുടങ്ങിയ. എന്നാ പോ. എത്ര ഏട്ടാ? 100. പിണങ്ങിയിരുന്നപ്പോ താൻ അനുഭവിച്ച അതേ വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യനൊരു വൃത്തികെട്ട ഏകയുണ്ട് ചില നേരത്ത്. ആ സമയത്ത് നമ്മൾ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി ചിന്തിക്കില്ല. ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ ഉണ്ടായെങ്കിൽ അച്ഛന്റെ മരണത്തെക്കാളും എന്നെ അത് വേട്ടയാടിയനെ. ഇനിയിപ്പൊ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണ്ട കണ്ണേട്ടാ. ആ പ്രതാപേട്ടാ, എന്താടാ രതീഷേ? നിങ്ങളുടെ മരുമോൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റല്ലേ? ആളിപ്പം മിടുക്കനായി പോയല്ലോ. അമ്മേ, ഇവൻ പറഞ്ഞു കേട്ടില്ലേ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാൻ കണ്ട കാഴ്ചയാണ് പറഞ്ഞത്. കെട്ടിയോനും കെട്ടിയോളും കൂടെ ഇപ്പൊ സന്തോഷത്തോടെ ഒന്നിച്ചു നിന്ന് ഇളനീര് കുടിക്കുന്ന കാഴ്ച കണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തോന്ന് നീ കണ്ണന്റെ മഹാലക്ഷ്മിയുടെയും കാര്യം തന്നെയാണോ ഈ പറയുന്നേ? ദേ, എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്മിക്കൊപ്പം കണ്ടതേ അവളുടെ കെട്ടിയോനെ തന്നെയാ.
ഞാൻ കല്യാണത്തിന് പയ്യനെ ശരിക്കും കണ്ടതാണല്ലോ. അന്ന് വീൽ ചെയറിലായിരുന്നു. ഇന്ന് എല്ലാ പയ്യന്മാരെയും പോലെ മിടുക്കനായിട്ട് ലക്ഷ്മിക്കൊപ്പം നിന്ന് ഇളനീർ കുടിക്കുന്ന ചേട്ടന്റെ മരുമോനെയാ ഞാനിപ്പോ കണ്ടത്. അതിന് അവന്റെ തളർച്ച മാറിയില്ലല്ലോ, ഇപ്പോഴും ആ വീൽ ചെയർ തന്നെയല്ലേ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? തളർച്ച മാറിയ പയ്യനെ വീണ്ടും നിങ്ങൾ തളർത്തുവാണ്. അല്ലെങ്കിലും മോഹിനി ചേച്ചിയുടെ ആദ്യ ബന്ധത്തിലുള്ള കൊച്ചിനെ നിങ്ങൾക്ക് രണ്ടാക്കും പിടിക്കത്തില്ലല്ലോ. എന്ന് വെച്ച് നടക്കുന്ന ആള് നടക്കുന്നില്ല എന്നൊക്കെ പറയണോ? ദേ, എല്ലാ കൊച്ചിന്റെ ഭാഗ്യമാ. എന്നുവെച്ചാ തള്ളയും മോളും ഏതു നേരം അമ്പലം എന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? അങ്ങനെയുള്ളവർക്കൊപ്പം ഒടേ തമ്പുരാൻ നിൽക്കും. ശരിയേട്ടാ? എടാ, നീ ഇത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കല്ലേ? നടന്ന എന്താ കുഴപ്പം? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു നടക്കുന്നുള്ളൂ. ശരിയെന്നാ. ഇനി ഇവൻ പറഞ്ഞത് സത്യമായിരിക്കോ? ഹേയ്, അവൻ ആള് മാറിപ്പോയതാ. അവിടെ വന്ന് എന്നൊന്നും നീ പറയണ്ട. ഇപ്പൊ അവനെ തോമസ് വൈദ്യന്റെ അടുത്തോടൊന്നും പോകുന്നില്ല. അത് മാത്രമാണോ, ഈ കാൽപാദോ വിരലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചലിച്ചു തുടങ്ങിയതാണല്ലോ. ഇനിയിപ്പൊ കാല് മൊത്തം ചലിപ്പിച്ചോന്ന് ആര് കണ്ടു? അങ്ങനെയാണെങ്കിൽ ഉണ്ണിയുടെ അമ്മയൊക്കെ അറിയേണ്ടതല്ലേ അമ്മേ? എടാ, ഈ കണ്ണന്റെ ലക്ഷ്മിയുടെ രീതി അതല്ലേ. അവരൊന്നും പുറത്തു പറയത്തില്ല. ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ കണ്ണനാണെന്ന് എത്ര നാള് കഴിഞ്ഞിട്ടാ നമ്മളൊക്കെ അറിഞ്ഞത്. അത് നീയും ഞാനും ഒക്കെ മണ്ടനാണെന്ന് മുദ്ര കുത്തിയ നിന്റെ മരുമോനാണ് അവസാനം അവന്റെ കള്ളത്തരം കണ്ടുപിടിച്ചത്. ഓ, കണ്ണൻ നടന്നു തുടങ്ങിയെന്നാണ് കരുണമോൾ അറിഞ്ഞ അവള് നമ്മളെ കത്തിച്ചു കളയോമ്മേ. ആ, അത് 100% ഉറപ്പല്ലേ. ലക്ഷ്മി കണ്ണന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ കുഞ്ഞിന്റെ നല്ല ജീവൻ പോയതാ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിവരം കരുണമോൾ അറിയരുത്. എന്നാ പിന്നെ ഉണ്ണിയോട് നമുക്കിതൊന്ന് സൂചിപ്പിച്ചാലോ അമ്മേ? ഒരിക്കലും വേണ്ട. ഈ രതീഷ് ഉണ്ടല്ലോ, അവൻ എന്തെങ്കിലും പറഞ്ഞ മൈക്ക് കെട്ടിവെച്ച് ഈ ലോകം മുഴുവനും വിളിച്ചറിയിക്കും. എന്നാ പിന്നെ കരുണമോളോട് നമുക്ക് നേരിട്ടങ്ങ് പറഞ്ഞുകൂടായോ? രതീഷ് കള്ളം പറയുന്ന ഒരുത്തനല്ല. എന്ന് മാത്രമല്ല, കണ്ണനെ അവന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇങ്ങനൊരു വാർത്ത കേട്ട സ്ഥിതിക്ക് അത് സത്യമാണോ എന്നൊന്ന് അറിഞ്ഞേ പറ്റുള്ളൂ അമ്മേ. 100%. അല്ലെങ്കിൽ നമുക്കിനി സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല. കേട്ട വാർത്ത ഇനി സത്യമാവൂ? പിന്നെ എന്നും ശിവരാത്രി ആയിരിക്കും, ഉറക്കമേ കാണത്തില്ല. ഇനി രതീഷ് കണ്ടത് അവനല്ലെന്ന് ഉറപ്പിച്ചേ പറ്റൂ പ്രതാപ. അതിനെ കണ്ണൻ അറിയാതെ അവന്റെ പിന്നാലെ നടക്കണം. ആ, അതെ, അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് നേരിട്ട് അവൻ നടക്കൂ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. എടാ നിക്ക്, പറയട്ടെ, നിക്ക്. കഴിഞ്ഞ മണ്ഡലകാലത്തെ അവൻ ആ മാർക്കോടെ സാഗറിന്റെ കൂടെയാ മലയ്ക്ക് പോയത്. ഇനി അവൻ മല കയറിയത് നടന്നാണെങ്കിലോ? അയ്യോ, ഇനിയിപ്പോ അവന്റെ കാലിന്റെ തളർച്ച മാറിയെന്നിരിക്കട്ടെ, ആ സാമദ്രോഹി തോമസ് വൈദ്യനായിട്ട് മാറ്റിയെന്നിരിക്കട്ടെ, അപ്പോഴും മലയും കുന്തുമൊക്കെ അവന് കയറാൻ പറ്റുമോ? കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്ത് ആണല്ലോ, പെണ്ണല്ലോ. ആണടാ. അപ്പോഴേ കാലിന് കുറച്ച് കുഴപ്പമുണ്ടെങ്കിൽ സ്വാമി അങ്ങ് കയറ്റിക്കോളും. എന്റെ ബലമായ സംശയം അവൻ നടന്നു തന്നെയാ മല കയറിയത്. അമ്മേ, വെറുതെ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ. എടാ, ഇപ്പൊ ചങ്ക് നിൽക്കുകയല്ല, ചങ്കിടിപ്പ് കൂടിയിരിക്കുക. അമ്മ വിഷമിക്കണമേ. ഇന്നു മുതൽ കേട്ടത് ശരിയോ തെറ്റോ എന്നറിയാൻ വേണ്ടി ഞാനൊരു യാത്ര തുടങ്ങാൻ പോവാ. നീ യാത്ര ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നത് കേട്ടാ തോന്നുമല്ലോ നീ രാമേശ്വരത്തോ കാശിക്കൊക്കെ പോവാന്ന്. നീ യാത്രയൊന്നും തുടങ്ങണ്ട, അവന്റെ പിന്നാലെ നടന്നാ മതി. നടന്നിട്ട് അവൻ നടക്കുന്നില്ലെന്ന് ഇവിടെ വന്ന് പറയണം. ഓ, നടന്നാലോ? നടക്കരുത്. എന്റെ അമ്മ, അവൻ നടന്നാലോ ഒന്ന്? അവൻ നടക്കരുതെന്നാ പറഞ്ഞത്. എങ്ങാനും അവൻ നടന്നാൽ ഞാൻ നടന്നില്ലെന്ന് വന്ന് പറയണോ? അവൻ നടന്നെന്ന് നീ എന്നോട് വന്ന് പറഞ്ഞ എന്റെ കൊറണക്കുര്യൻ അടിച്ചു പൊട്ടിക്കും. അവൻ വീൽ ചെയറിലാണെന്ന് പറഞ്ഞ ഒരുത്തി നീ അവന്റെ തലയെ കെട്ടിവെച്ചത്. എന്നിട്ടിപ്പോ അവൾക്ക് കുഞ്ഞായി. ഇനി അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെ കൈ പിടിച്ച് അമ്മയും അച്ഛനും കൂടി നടക്കുന്നത് എന്റെ കർണമോൾ കണ്ട അവള് കെട്ടിത്തൂക്കി ചാകുവടാ. ഓ,
ഒരു ബാധ ഒഴിയുമ്പോ മറ്റൊന്ന് വരികയാണല്ലോ അമ്മേ. ഇനിയിപ്പൊ കേട്ടത് സത്യമാണെങ്കിൽ നിന്റെ ദേഹത്ത് വീണ്ടും വിശ്വനാഥൻ കേറണം. അതെന്തിനാ? ഡാ, ബാധ കേറിയതുപോലെ നീ അഭിനയിക്കണം. എന്നിട്ട് അവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കണം. നടക്കുന്ന കണ്ണൻ ലക്ഷ്മിയുടെ കൂടെ വേണ്ട, നടക്കാത്ത കണ്ണൻ മതി. വീൽ ചെയറിലിരുന്ന് ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കുന്ന കണ്ണൻ.